ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല എളുപ്പത്തിലും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുള്ള നമ്മൾ ഏത് പച്ചക്കറിയാണ് ഉള്ളത് ആ ഒരു പച്ചക്കറി വെച്ചിട്ട് നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ, അതേപോലെ ഒരു തക്കാളി, അതേപോലെ 2-3 പയർ, ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി, ഒരു 4-5 പച്ചമുളക്. ഇതെല്ലാം തന്നെ ചെറുതായി കട്ട് ചെയ്താണിത്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. നമുക്കിതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിന് സമമായിട്ട് തന്നെ വെള്ളം കിടക്കണം. ഇനി ഇതൊരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു അടുപ്പിലോട്ട് മാറ്റാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/4 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 7 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 7 അല്ലെങ്കിൽ 5 ചേർത്താലും മതി. പിന്നെ 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയുടെ നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മളെ വേവിക്കാൻ വെച്ചിരിക്കുന്ന വെജിറ്റബിളും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു പാന് അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള കടുക്, വെളിച്ചെണ്ണ വെച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചെടുക്കുക. അതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടെ ഒന്നിട്ട്, പിന്നെ അതേപോലെ കറിവേപ്പിലയും കൂടെ ഒന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ മിക്സും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം. ആ ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ അരച്ച മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ വെള്ളവും കൂടെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മളെ കറക്റ്റ് പാകത്തിനുള്ള ഒരു കുറുകിയ ഒരു ചാറോട് കൂടിയിട്ടാണ് ഈ ഒരു കറി കിട്ടുക. അപ്പം നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും വേറെ ചേർക്കുന്നില്ല. ആ കുക്കറിലുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ ആ മിക്സി ജാറ് കഴുകിയ ആ ഒരു വെള്ളം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂണോളം ആവുകയാണെങ്കിൽ ആക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇത് 1/2 ടീസ്പൂൺ മതിയാവും ഈ ഒരളവിൽ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അധികം ടൈം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു തേങ്ങ മിക്സും അതേപോലെ ഈ ഒരു കുരുമുളകൊക്കെ ഈ പച്ചക്കറിയിലൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇതാ ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു കറി കുറച്ച് ടൈം കഴിയുന്തോറും കുറച്ച് കുറുകി വരും. അപ്പോൾ നല്ല തിക്ക് വേണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇപ്പോൾ കുറച്ച് സ്റ്റോക്കുള്ളതാണ് കുറച്ചിട്ടത്. അപ്പോൾ മല്ലിയില കുറച്ച് അധികം ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഈസി ആയിട്ടുള്ള അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു വെജിറ്റബിൾ കുറുമ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും അതേപോലെ പൂരിക്കൊക്കെ പറ്റിയ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.